നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ചോതി നക്ഷത്രം. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂൺ 1 മുതൽ 30 വരെ, അതായത് ഇടവം 18 മുതൽ മിഥുനം 16 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ്. നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ചോതി നക്ഷത്രജാതർക്ക് 2025 ജൂൺ മാസം വളരെയധികം ഗുണഫലങ്ങൾ അനുഭവയോഗ്യമായിട്ടുള്ളതാണ്. നിങ്ങളുടെ പ്രണയജീവിതം വളരെ മനോഹരമായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. വിവാഹ തീരുമാനത്തിലേക്ക് ഈ വർഷം തന്നെ എത്താവുന്ന വിധത്തിലുള്ള തീരുമാനങ്ങൾ അനുഭവയോഗ്യമാണ്. തൊഴിൽ രഹിതർക്ക് മനസ്സിനിഷ്ടപ്പെട്ട ജോലിയും നല്ല ജോലിക്കായി പ്രയത്നിക്കുന്നവർക്കാകട്ടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജോലിയും ലഭിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം അനുകൂലമായ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വളരെ ഗുണകരമായി തന്നെ മുന്നോട്ട് പോകുന്നതായി കാണുന്നു. തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ഉപരിപഠന സാധ്യതയും വിജയസാധ്യതയുമാണ് തെളിയുന്നത്. കൂടാതെ വിദേശത്തുള്ള പഠനമോ ജോലിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വളരെയധികം സാധ്യതയുണ്ട്. ചോതി നക്ഷത്രജാതർ വളരെ ഉദാരമതികളും മറ്റുള്ളവരോട് അനുകമ്പയുമുള്ളവരാണ്. ജൂൺ മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് വളരെ മികച്ചതാണ്. നിങ്ങളുടെ കർമ്മ പദ്ധതികൾ വിജയത്തിലെത്തുന്നു. കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മാത്രമേ നിക്ഷേപങ്ങൾ ആരംഭിക്കാവൂ, നടത്താവൂ. വളരെയധികം ശ്രദ്ധിക്കണം. പണം നിക്ഷേപിക്കുക വഴി വളരെയധികം പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് ചോതി നക്ഷത്രജാതർ. ജൂൺ മാസത്തിൻ്റെ അവസാന ആഴ്ചകളിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലെ ആരുടെയെങ്കിലും മോശമായ ആരോഗ്യാവസ്ഥ നിങ്ങളെ അസ്വസ്ഥമാക്കുവാൻ ഇടയുണ്ട്. നിരന്തരമായ കോടതി വ്യവഹാരങ്ങളോ മറ്റുള്ളവരുമായുള്ള പ്രശ്നങ്ങളോ നിങ്ങളെ മടുപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യാം. എന്നാൽ നിങ്ങളുടെ പ്രണയ ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും. സന്താനങ്ങൾക്കും സഹോദരർക്കും കുടുംബത്തിലെ വയോജനങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണ്. ബിസിനസ് നടത്തുന്നവർ, സ്വയം തൊഴിലിൽ ഏർപ്പെട്ടവർ, ഭൂമി, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ തുടങ്ങിയവർക്ക് തങ്ങളുടെ കർമ്മമേഖലയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായാണ് തെളിയുന്നത്. ചോതി നക്ഷത്രജാതർ ബുദ്ധിപരമായി ഏറെ മുമ്പിലാണ്. ഇവർ ധൈര്യമുള്ളവരും എന്നാൽ കൗശലക്കാരുമാണ്. കൂടാതെ ഇവർ പൊതുവെ സാമ്പത്തികമായി അഭിവൃദ്ധിയുള്ളവരും ആഡംബര ജീവിതം ആസ്വദിക്കുന്നവരുമാണ്. നിങ്ങൾക്ക് ജൂലൈ മുതലുള്ള തുടർ മാസങ്ങളിൽ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഓഹരി, ഊഹക്കച്ചവടം എന്നിവയിൽ ചെയ്യുന്ന നിക്ഷേപങ്ങൾ അത്ര ഗുണകരമായി കാണുന്നില്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങുന്നതായി അനുഭവയോഗ്യമായി തീരുന്ന മാസമാണ് ജൂൺ. കല, സാഹിത്യം, സിനിമ എന്നീ കർമ്മരംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ബഹുമാനവും സാമ്പത്തിക അഭിവൃദ്ധികളുമാണ് വന്നു ചേരുന്നത്. ഉയർന്ന ബൗദ്ധിക ശേഷിയുള്ളവരാണ് ചോതി നക്ഷത്രജാതർ. പ്രായോഗികവാദികളും കഠിനാധ്വാനികളുമാണിവർ. ജൂൺ മാസം നിങ്ങൾ നടത്തുന്ന ഏതൊരു കർമ്മമണ്ഡലവും വളരെയധികം വിജയത്തിലെത്തുന്നതായാണ് തെളിയുന്നത്. പണവും പ്രശസ്തിയും വന്നു ചേരുന്നത് നിങ്ങളെ വളരെ സന്തോഷമുള്ളവരാക്കും. നിലവിലുള്ള രോഗങ്ങൾ അകന്ന് ആരോഗ്യം മികച്ചതായി മാറുന്നതാണ്. തൊഴിൽ, താമസം എന്നിവ മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ആകാംക്ഷ വളരെയധികം ഉള്ളവരാണ് ചോതി നക്ഷത്രക്കാർ. ലോല സ്വഭാവമുള്ളവരാണെങ്കിലും മറ്റുള്ളവരോട് അനുകമ്പ പ്രകടിപ്പിക്കുന്നതിൽ ഇവർ മുന്നിലായി കാണുന്നു. നിങ്ങളുടെ തൊഴിൽ മേഖല വളരെയധികം പ്രയോജനകരമായിരിക്കും. കേന്ദ്ര സർക്കാർ ജോലിക്കാരാണെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. തൊഴിൽ, ബിസിനസ് സംബന്ധമായി ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം.
പ്രണയിക്കുന്നവരാണെങ്കിൽ ജീവിതത്തിൽ കർക്കശക്കാരാകുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായി കാണുന്നില്ല. അത് പല സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കും വഴിവെക്കാമെന്നതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജൂൺ മാസം അവസാനത്തോടെ നിങ്ങളുടെ വളരെ അടുത്ത ഒരു വ്യക്തിയുമായി ഉണ്ടാകുന്ന തർക്കത്തിലൂടെ നിങ്ങൾക്ക് വളരെയധികം മാനസിക വ്യഥ അനുഭവിക്കേണ്ടി വരുന്നതായി കാണുന്നതുകൊണ്ട് വളരെ ശ്രദ്ധ ആവശ്യമാണ്. വിവേകത്തോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ തരത്തിലും സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. വിവാഹിതർക്ക് തങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. ബിസിനസ് നടത്തുന്നവർക്ക് നിങ്ങളുടെ ബിസിനസ് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതായാണ് കാണുന്നത്. അതേസമയം തന്നെ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അധിക ചിലവുകൾ ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നു. പുതിയ ഗൃഹമോ ഭൂമിയോ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർ മാസങ്ങളിൽ ആഗ്രഹപൂർത്തീകരണത്തിനാവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നു. ജൂൺ മാസത്തിൻ്റെ പകുതിയോടെ തന്നെ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലും പ്രണയ ജീവിതത്തിലും സന്തോഷകരമായ അനുഭവങ്ങളാണ് വന്നു ഭവിക്കുന്നത്. ഇനി സ്വകാര്യ മേഖലയിലുള്ള ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് പ്രമോഷന് സാധ്യതയുണ്ട്. ജനസേവനം, പ്രതിരോധം, മന്ത്രിമാർ തുടങ്ങിയവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നതായും തങ്ങളുടെ അധ്വാനഭാരം ഇരട്ടിയാവുന്നതായും കാണുന്നുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഇക്കൂട്ടർക്ക് വളരെയധികം ജാഗ്രത വേണ്ടുന്ന സമയമാണ് ജൂൺ ജൂലൈ ആദ്യ ആഴ്ചകൾ. രാഷ്ട്രീയക്കാർക്ക് അത്യധികം നേട്ടങ്ങളും പ്രശസ്തിയും കൈവരുന്ന സമയമാണ്. ഉന്നത സ്ഥാനം, ബഹുമാനം, യശസ്, പൊതുസമ്മതി എന്നിവ അനുഭവയോഗ്യമാവുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അതീവ ജാഗ്രതയോടെ തന്നെ ആരോഗ്യം പരിഗണിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിൽ എത്തിച്ചേർന്നേക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. തികച്ചും പരമ്പരാഗത ചിന്താഗതിക്കാരാണ് ചോതി നക്ഷത്ര ജാതർ. കുടുംബകാര്യങ്ങളോടൊപ്പം തന്നെ ആത്മീയ കാര്യങ്ങൾക്കും ഇവർ മുൻഗണന നൽകുന്നവരായിരിക്കും. ജൂലൈ മാസം ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ തുടർ മാസങ്ങളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ കുടുംബത്തിൽ സന്തോഷക്കുറവും സമാധാനക്കുറവും അനുഭവപ്പെടുന്നു. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളെയും അതിജീവിക്കേണ്ടതുണ്ട്. നിരവധി യാത്രകൾ ചെയ്യേണ്ടി വരുന്നതിനാൽ നല്ല കരുതൽ ആവശ്യമാണ്. വാഹനമോടിക്കുന്നവരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ജലം, വായു, ഖനി ബന്ധപ്പെട്ട കർമ്മമേഖലകളിൽ ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കുടുംബക്ഷേത്ര ദർശനം നടത്തി പൂജാദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ഗുരുകാരണവന്മാരെ ബഹുമാനിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ച് തൃക്കൈവെണ്ണ, തുളസിമാല എന്നീ വഴിപാടുകൾ നടത്തുക. മാസാവസാനത്തെ ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം നടത്തി എള്ളുതിരി, എള്ളുപായസം എന്നിവ നടത്തുക. ജാതിമതഭേദമന്യേ അവരവരുടെ ആരാധനാലയങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും ഉത്തമ ദിവസങ്ങളിൽ തന്നെ പോയി സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണഫലാർഹവും ഈശ്വരാനുകൂലം വർദ്ധിക്കുന്നതിനും സഹായകമാകുന്നു. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക്
അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ കർമ്മ ഗ്രഹ രാശി നക്ഷത്ര ദോഷ നിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.